നിധി ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ മറുപടിയായിട്ടൊന്നും പറയാനില്ല. നിധി പറയും, ഇനി വീട്ടിൽ തന്നോട് ഞാൻ മിണ്ടുന്ന പ്രശ്നമില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് അതിനെ ന്യായീകരിച്ച് ശ്രുതി ഓരോ കാര്യങ്ങൾ പറയാണ്. നിധി ചോദിക്കും, എത്ര തവണ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സമയത്ത് അത് നിങ്ങൾ പറഞ്ഞോ? ശ്രുതി പറയും, നമുക്കിടയിൽ അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. സുഭാഷ് ഏട്ടൻ ഇയാളുടെ സ്വന്തം ചേട്ടനാ. നികേഷും ഹരീഷും സ്വന്തം അനിയന്മാരും. എന്തിന് 24 മണിക്കൂറും ചാരായം കുടിക്കുന്ന അച്ഛനോട് വരെ ഇയാൾ സംസാരിക്കും. ഈ വീട്ടിൽ ഞാനെന്നൊരാളുണ്ടെന്ന് പോലും ഇയാൾ ചിന്തിക്കാറില്ല. നിധി പറയും, എല്ലാത്തിനും ഓരോ ന്യായമുണ്ടല്ലോ, എങ്ങനെ ഇങ്ങനെ സമയാസമയത്ത് പറയാൻ പറ്റുന്നു? ശ്രുതി പറയും, ഞാൻ പറഞ്ഞ സത്യമല്ലേന്ന് 5 മിനിറ്റ് നിധിക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നിധി പറയും, അയ്യോ വേണ്ട, ഒരാടിനെ തന്നിട്ട് ഒരു 5 മിനിറ്റ് തന്നാൽ നിങ്ങൾ ആ ആടിനെ പട്ടിയാക്കും. ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട. സുഭാഷും ഹരീഷും കൂടെ ശ്രുതിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് പറയും, ഏടത്തേക്കിപ്പോൾ നമ്മളെപ്പോലെ തന്നെ സുധീഷേട്ടൻ പറയുന്ന കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവർ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ ഇവിടെ നിന്ന് പോവും. സുഭാഷ് പറയും, അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാനാണ് എൻ്റെ ആഗ്രഹം. ഹരീഷ് പറയും, നമ്മളാ കാര്യത്തിൽ സ്വാർത്ഥരാകാൻ പാടില്ലല്ലോ. അവരുടെ അടുത്ത് ഒരു കാർ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് സുനന്ദയുടെ വീട് അറിയുമെന്ന് ചോദിക്കും. ഹരീഷിനാണെങ്കിൽ അതിനൊന്നും പറയാൻ താല്പര്യമില്ല. ഹരീഷ് അറിയില്ലെന്ന് പറയുമ്പോൾ സുഭാഷ് അറിയാം. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, എൻ്റെ ഒരു അടുത്ത റിലേറ്റീവാണ് ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഒന്ന് അന്വേഷിച്ച് കളയാമെന്ന് വിചാരിച്ചു. സുഭാഷ് പറയും, വളരെ നല്ല കുട്ടിയാണ്, നന്നായി പഠിക്കും, നല്ല സ്വഭാവമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് സന്തോഷമാവും. അച്ഛൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചായക്കടയിലേക്ക് ഇയാൾ വരികയാണ്. അച്ഛൻ ചോദിക്കും, ഈ നാട്ടിൽ പുതിയ ആളാണല്ലോ? അയാൾ പറയും, ഞാൻ UK-യിലായിരുന്നു. ഇവിടെ ഒരു ബന്ധുവിന് കല്യാണാലോചന ഉണ്ട്, അതന്വേഷിക്കാൻ വന്നതാ. ആരാ എന്താണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്താൻ വന്ന് പെട്ടത്. ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാരെ പറ്റിയുള്ള കുറ്റങ്ങൾ മുഴുവൻ അച്ഛൻ പറയാണ്. അയാൾ പറയും, മുൻപ് കണ്ട ആൾ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്, നല്ല അഭിപ്രായമായിരുന്നു. അച്ഛൻ പറയും, ആ പറഞ്ഞവനെ വിളിച്ചോണ്ട് വാ, അടിച്ചവൻ്റെ മോന്തയം പൊടിക്കും. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരിക. അയാൾ പറയും, ദാ ഇയാളാണ് പറഞ്ഞത്. അച്ഛൻ പറയും, ഇവനെൻ്റെ മോനാ, നിനക്കറിയില്ലടാ ആ ലളിതയുടെയൊക്കെ സ്വഭാവം, നീ എന്താ കള്ളം പറഞ്ഞത്? സുഭാഷ് പറയും, അച്ഛനൊന്നും മിണ്ടായിരുന്നു, വേണമെങ്കിൽ ഈ ചായക്കടക്കാരനോട് ചോദിക്കാം, അച്ഛൻ പറയും. അയാൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് പറയും, ചേട്ടൻ്റെ പണി നോക്ക്. അതും പറഞ്ഞ് സുഭാഷ് അയാളെ വിളിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് പറയും, അച്ഛനും അവരും തമ്മിൽ വഴക്കാ, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാ നാട്ടിലും കാണും അച്ഛനെ പോലെയുള്ള ഓരോരുത്തർ. അതൊന്നും കേട്ടിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ തകർക്കരുത്. അയാൾ പോയി കഴിയുമ്പോൾ സുഭാഷ് അച്ഛനെ ചീത്ത പറയാണ്. അച്ഛനാണെങ്കിൽ സുഭാഷിനെ ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ. നിധി ചോദിക്കും, ആരെ പറ്റി പറയുന്നത്? നികേഷ് പറയും, എനിക്കറിയില്ല. അച്ഛൻ നിധിയോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. ആ സമയത്ത് സുഭാഷ് വന്നിട്ട് അവരോട് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു. അവർ നമ്മളെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് അതൊന്നും അവൻ ഓർത്തില്ല. നിധി പറയും, സുഭാഷ് ഏട്ടൻ ഇത്രയും പാവാൻ പാടില്ല. നികേഷ് പറയും, സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് നടത്തോളൂ, നിങ്ങൾ വിഷമിക്കേണ്ട, നടത്താനും വരണ്ട. നിധി പറയും, സുഭാഷ് ഏട്ടൻ എന്തൊരു പാവാ. നികേഷ് പറയും, സുഭാഷ് ഏട്ടൻ അങ്ങനെ, ആ കല്യാണം നടക്കാത്തതിൽ സുഭാഷ് ഏട്ടന് വിഷമമുണ്ട് എന്ന് കരുതി അതിൻ്റെ കല്യാണം മുടക്കാനൊന്നും സുഭാഷ് ഏട്ടൻ നോക്കില്ല. സുഭാഷും സുധിയും കൂടെ ഓരോ കാര്യം പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് സുനന്ദയുടെ വീടിൻ്റെ അടുത്ത് എത്തും. അവിടെ പന്തൽ കാണുമ്പോൾ സുധി പറയും, ഇത് കണ്ടില്ലേ, നമ്മുടെ പരിപാടിക്കാണെങ്കിൽ ആരും വരില്ല, ഇതിനൊക്കെയാണെങ്കിൽ കുടുംബക്കാർ മുഴുവൻ ഉണ്ട്, ഞാനൊരു കല്ലെടുത്ത് അങ്ങ് എറിഞ്ഞാലോ? സുഭാഷ് പറയും, വേണ്ടടാ. അപ്പുറത്തുനിന്ന് വെളിച്ചം കാണുമ്പോൾ പറയും, അതാ ഭാസ്കരൻ്റെ മക്കള്. ഇത് കേൾക്കുമ്പോൾ സുനന്ദ ജനലിൻ്റെ അടുത്ത് വന്ന് നോക്കി നിൽക്കുകയാണ്. സുധി സുഭാഷിനെ സുനന്ദയെ കാണിച്ചു കൊടുക്കും. സുഭാഷ് സുനന്ദയെ ഒരു ദയനീയ ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്.